ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? നമുക്ക് ഇന്ന് ടാരോനോട് ഓവർ തിങ്കിങ് കുറയ്ക്കാൻ എന്ത് ഗൈഡൻസ് ആണ് തരാൻ പറ്റുക നമുക്ക് ടാരോ കാർഡിനോട് ചോദിച്ചാലോ? ബട്ടർഫ്ലൈ ഗൈഡൻസിനോട് ചോദിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് മൈൻഡ് വയ്ക്കുക. ടേക്ക് ഡീപ് ബ്രെത്ത്. റീഡിംഗ് എടുക്കാം. ഇതാണ് കാർഡ് വന്നത്. നിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ചൂഷണം ചെയ്യപ്പെടാൻ ഇടവരും. ഓവർ തിങ്കിങ് ചെയ്യുന്നത്, നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടും ആത്മാർത്ഥമായിട്ട് ബെസ്റ്റ് കൊടുത്തിട്ടും നിങ്ങളുടെ സത്യസന്ധതയെയും നിങ്ങളുടെ ആത്മാർത്ഥതയും ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു കരിയർ റീഡിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തിരി ഡോമിനൻ്റ് ആയിരിക്കും. ഒരു ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് കൊടുത്തിട്ടും നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടും നിങ്ങളുടെ സത്യസന്ധതയെയും നിങ്ങളുടെ ആത്മാർത്ഥതയെയും ഒക്കെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിന് കാരണമെന്നാണ് ബട്ടർഫ്ലൈ കാർഡ് പറയുന്നത്. 28 ആണ് റീഡിങ്. അപ്പോൾ ന്യൂമറോളജി പ്രകാരം 1 വരും. 1 എന്ന് പറയുന്നത് സൂര്യൻ്റെ സൂര്യൻ്റെ എനർജിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിത്വങ്ങളായിരിക്കാം, നല്ല നേതൃപാഠമുള്ള വ്യക്തിത്വങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയൊക്കെ ലീഡ് ചെയ്തു പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് സൂര്യൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ സത്യസന്ധയും അതിൽ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. നിങ്ങളുടെ സത്യസന്ധതയൊക്കെ ചൂഷണം ചെയ്യാൻ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കാം. എവിടെ നിൽക്കണോ, എന്ത് ചെയ്യണോ, ഒരു ഡിസ്റ്റൻസ് എല്ലാവരിലും കീപ്പപ്പ് ചെയ്യുക. അധികം ഓവറായിട്ട് അധികം ആരിലെടുത്ത് മിങ്കിൾ ചെയ്യാണ്ടിരിക്കുക. കാരണം അലിഗേഷൻസ് വരും എന്ന് നമുക്ക് ടാരോ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് നോക്കാം. ഇതിൽ ബട്ടർഫ്ലൈ പിങ്ക് കളറാണ്. പിങ്ക് കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോഫ്റ്റ്നെസ് ആണ് കേട്ടോ. സോഫ്റ്റ്നെസ്, കെയറിങ്, കാംനെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂസോ അലിഗേഷൻസോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ ബുദ്ധിപൂർവ്വം കാം മൈൻഡ് സെറ്റോടുകൂടി അപ്രോച്ച് ചെയ്യണം. അലിഗേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളതിനെ പീസ് ഓഫ് മൈൻഡിലെടുക്കുക, കാമായിട്ടെടുക്കുക. മൈൻഡ് അപ്സെറ്റ് ആവാണ്ടിരിക്കുക. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യാണ്ടിരിക്കുക.